നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അനുഷ്ഠാനങ്ങൾക്കൊന്നും തടസ്സം വരുത്താതെ ജലപാനം പോലും ചെയ്യാതെ അർദ്ധരാത്രിയിൽ ജലസമർപ്പണം നടത്തി തിരികെ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് സമസ്താപരാധവും ഏറ്റുപറഞ്ഞ് എല്ലാം ശിവനിൽ സമർപ്പിച്ച് പൂജ മുഴിപ്പിക്കാൻ സന്നദ്ധനായ സ്ഥിതിക്ക് ശിവപഞ്ചാക്ഷരി ജപിച്ച് ആ പൂക്കൾ ശിവനിൽ അർപ്പിക്കുക. ഓം നമോ നമ ശിവായ. ഓം നമോ നമ ശിവായ. ഇനിയാണ് പ്രധാന ചടങ്ങുകൾ. ഹോമകുണ്ഡം ജ്വലിപ്പിച്ച് നെയ്യർപ്പിച്ച് ദേവപ്രീതിക്കായി പ്രാർത്ഥിച്ച് മന്ത്രോച്ചാരണങ്ങൾക്കനുസരിച്ച് അർച്ചനയും അർപ്പണവും നടത്തി പ്രാർത്ഥിക്കണം. മേഘനാഥന പലകയിലിരിക്കാം. ഇനി ഈ ഹോമകുണ്ഡം ജ്വലിപ്പിക്കാം. ശിവായ. ഓം നമ 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 ശിവായ. അമ്മേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ എന്തിനാ അമ്പലത്തിൽ വരുന്നത്? അർച്ചനയും പൂജയും നടത്തുന്നതിന്റെ കാരണം എന്താ? കാര്യമുണ്ട് മോനെ. നമ്മുടെ അടുത്ത ഒരു വർഷത്തെ കാര്യങ്ങളുടെ എല്ലാം ആരംഭമാണ് നമ്മുടെ ജന്മദിനം. അത് ഭക്തിയോടെയും ശുഭകാര്യങ്ങൾ ചെയ്തുകൊണ്ടും ആരംഭിക്കാൻ വേണ്ടിയാ നമ്മള് അമ്പലത്തിൽ വരുന്നത്. എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് നല്ല വഴി കാണിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വർഷം തുടങ്ങിയാലേ നമുക്ക് നല്ലതേ ഉണ്ടാവൂ എന്നാണ് വിശ്വാസം. മനസ്സിലായോ അച്ചൂട്ടന്? മനസ്സിലായി. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.